ഹേ ഹലോ വെൽക്കം ബാക്ക് ടു ദ മൂവി റിവ്യൂ ഓഫ് ജനനായകൻ. നമ്മുടെ തലപതി വിജയുടെ മൂവി അങ്ങനെ കുറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം റിലീസായി. ഞാൻ പോയി കണ്ടായിരുന്നു. കിഡിലും മൂവി ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ട് അടിപൊളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതൊരു റീമേക്ക് മൂവിയാണ്, എന്നിട്ട് പോലും ഇത്ര കിഡിലായിട്ട് ചെയ്തു വെച്ചിട്ടില്ല. അതാണ് പിന്നെ എടുത്തു പറയേണ്ടത് വിജയുടെ ഒരു പെർഫോമൻസ്. വിജയാണ് ഈ മൂവി എൻറ്റയർലി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വിജയുടെ ഒരു എനർജി, വിജയുടെ ഡാൻസ്, ഫൈറ്റ്, ആളുടെ ഡയലോഗ്സ്, ആളുടെ ഒരു സ്ക്രീൻ പ്രസൻസ്, അതാണ് മൂവിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇങ്ങ് എടുത്തു പറയാം. ഒരു ലുക്കൊക്കെ അടിപൊളിയായിരുന്നു. ഒരു പോലീസ് യൂണിഫോമിൽ വരുന്ന സീനൊക്കെ ഉണ്ട്. ആ സീൻ വരുമ്പോ തിയേറ്ററിലൊക്കെ എന്തോ ഓളായിരുന്നു എന്നറിയാം. കിഡിലായിരുന്നു. അടിപൊളി പടം എന്ന് പറഞ്ഞാൽ അടിപൊളി പടം. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഫാൻസുകാർക്കും അല്ലാത്തുള്ളവർക്കും ഒക്കെ. ഒരു സിനിമ ഇഷ്ടപ്പെടുന്നവര് തിയേറ്ററിൽ പോയി കിഡിലൊരു പടം കണ്ടിട്ട് എനർജറ്റിക് ആയിട്ടുള്ള ഒരു സിനിമ കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പോയി കണ്ട് എൻജോയ് ചെയ്ത് വരാവുന്ന പടമാണ്. വിജയുടെ മൂവീസ് ഒക്കെ കാണുമ്പോൾ കിട്ടുന്ന എനർജി, ആ ഒരു മാസ് ഫീലിംഗ്, ആ ഫാൻസിന്റെ ഇടയിൽ, ആ ബഹളത്തിന്റെ ഇടയിൽ പോയി ഇരുന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു എനർജി, ആ ഒരു ഫീല്, തിയേറ്റർ എക്സ്പീരിയൻസ്, ആ ഒരു സിനിമ കണ്ടിറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഇല്ലേ, അതൊക്കെ ഇനി കിട്ടുമോന്ന് അറിയില്ല. ആ ഒരു സാധനം പീക്കായിട്ട് അടിപൊളിയായിട്ട് ഈ മൂവിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതൊരു റീമേക്ക് പടാന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. കിടിലൻ പടാ, കിടിലൻ പടാ. ഇതിൽ വിജയനെ മാത്രല്ല എല്ലാ ആക്ടേഴ്സിനും എടുത്തു പറയണം. ബോബി ഡിയോള് വില്ലനായിട്ട് വരുന്നത് ആള് കിടിലൻ ലുക്ക് ആയിരുന്നു. വില്ലന്റെ ഒക്കെ ലുക്ക് എന്ന് പറഞ്ഞാല് കിടിലാണ്. ആളുടെ എൻട്രി, ആളുടെ മാസ്, ആ വില്ലനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു ഫൈറ്റ് സീൻ ഉണ്ട് ഒരു ജയിലില് ആഫ്രിക്കയില്. എന്റെ പൊന്നതൊക്കെ ചെയ്തു വെച്ചിരിക്കണില്ലേ, ഗ്രാഫിക്സ് ഒക്കെ. ആ ഫൈറ്റ് സീനും ഷൂട്ടിങ്ങും റോബോട്ട്സ് ഒക്കെ ഉണ്ട് ഇതില്. അതിന്റെ ഒക്കെ ഗ്രാഫിക്സ് ഇല്ലേ, അതൊക്കെ കിഡിലാണ്. ബോബി ഡിയോളിന് നല്ലൊരു പക്ക ഭീകരനായിട്ടുള്ള വില്ലന്റെ ഒരു എൻട്രിയും ആളുടെ മൊത്തത്തിലുള്ള പരിപാടി കിഡിലാണ്. പിന്നെ അറിയാലോ വില്ലനിസം, അനിമൽ മൂവീസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ ആള് കട്ടക്ക് കട്ട വിജയ്ക്ക് പറ്റിയൊരു എതിര് എന്നുള്ള രീതിയിലുള്ള ഒരു കിഡിലും വില്ലനായിട്ടാണ് ബോബി ഡിയോൾ ഇതിൽ വരുന്നത്. പിന്നെ മമിത ബൈജു അത്യാവശ്യം നല്ലപോലെ പെർഫോമൻസ് ഉണ്ട്. പിന്നെ പൂജ ഹെഡ്ജ് ഉണ്ട്. പൂജ ഹെഡ്ജ് സൈഡിൽ വിജയുടെ വേറെ ആയിട്ട് വരുന്നുണ്ട്. പൂജ ഹെഡ്ജിനെക്കാട്ടും കൂടുതൽ മമിത ബൈജുവിനാണ് സ്ക്രീൻ പ്രസൻസ്. പിന്നെ അത് കൂടാഞ്ഞിട്ട് പ്രകാശ് രാജ്, പ്രിയാമണി, ഗൗതം മേനോൻ, നരേൻ, ഇവരൊക്കെ ഉണ്ട് ഈ മൂവിയിൽ. ആക്ടേഴ്സൊക്കെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ മൂവിയുടെ മേക്കിംഗ് എടുത്തു പറയേണ്ട കാര്യമാണ്. KVN പ്രൊഡക്ഷനും നല്ല അത്യാവശ്യം നല്ല പ്രൊഡക്ഷൻ, അത്യാവശ്യം നല്ല ഫണ്ട് ഇറക്കി, നല്ല CGI, നല്ല കിടിലൻ ഫിനിഷിങ്ങിലാണ് മൂവിയുടെ ഫൈറ്റ് സീനും CGI-യും. ഞാൻ പറഞ്ഞില്ലേ റോബോട്ടിന്റെ ഒക്കെ സീനൊക്കെ ഉണ്ട്, കിടിലാണ്. ഒരു എന്താ പറയാ, ഒരു ഹൈ ബഡ്ജറ്റ് മൂവി ചെയ്യുമ്പോഴുള്ള ഒരു ക്വാളിറ്റി, ആ ഒരു ക്വാളിറ്റിയിലാണ് പടം വന്നിരിക്കുന്നത്. കിട്ടില്ല. മൂവിയുടെ ഗ്രാഫിക്സ് ഒക്കെ സൂപ്പർ ആയിരുന്നു. ആ റോബോട്ട്സ് ഒക്കെ എന്ത് കാണാൻ പക്ക ഒറിജിനാലിറ്റി ആയി. ഇതിൽ കുറെ എക്സ്പ്ലോഷൻ സീൻസ് ഉണ്ട്, ഷൂട്ടിംഗ് സീൻസ് ഉണ്ട്, അങ്ങനെ പല കിടിലൻ കിടിലൻ സീൻ ഉണ്ട്. മൂവി തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒരു ഫൈറ്റ് സീൻ വരുന്നുണ്ട് ജയിലില്. അത്യാവശ്യം നല്ലൊരു ഫൈറ്റ് സീൻ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു കാട്ടില് ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. അതുപോലെ വിജയ് പോലീസ് യൂണിഫോമിൽ ഫൈറ്റ് സീൻ ഉണ്ട്. അങ്ങനെ കുറെ ഫൈറ്റ് സീൻ ഉണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ കുറെയൊക്കെ മറന്നുപോയി. കുറെ ഫൈറ്റ് സീൻ ഞാൻ കണ്ടായിരുന്നു. എല്ലാം കിടിലൻ ഫൈറ്റ് സീൻ ആയിരുന്നു. അതൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത്. ഈ ഫൈറ്റ് സീനൊക്കെ ചെയ്യുമ്പോൾ വിജയ് ചെയ്യുന്ന ഒരു പ്രത്യേകത, അത് ഒരു രക്ഷയില്ല. പിന്നെ മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു സെലിബ്രേഷൻ സോങ് ഉണ്ട്, തലപതി കച്ചേരി എന്ന് പറഞ്ഞിട്ട്. അതിലൊക്കെ വിജയ് ഡാൻസ് കളിക്കുന്നതിന്റെ എനർജിയും ആ പെർഫോമൻസിൽ ഒരു രക്ഷയില്ലായിരുന്നു. ആ പാട്ടിന്റെ ഇടയിൽ വിജയുടെ മുന്നുള്ള മൂവീസിൽ നിന്നൊക്കെ സോങ് നൈസായിട്ട് ഇടും. അപ്പൊ വരുന്ന തിയേറ്ററിലുള്ള ഒരു റെസ്പോൺസ് ഉണ്ട്, കിടിലായിരുന്നു. ഒരു രക്ഷയില്ലാട്ടാ. ആ സോങ് ആയിക്കോട്ടെ, അനിരുദ്ധ് വരുന്നുണ്ട് ഈ സോങ്ങിൽ. ആ സോങ്ങിന്റെ മൊത്തത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള ഡാൻസേഴ്സും പിന്നെ വിജയുടെ പെർഫോമൻസ് എടുത്തു പറയണം. ഡാൻസ് എന്നെ ഡാൻസ് അങ്ങനെ കളിക്കും, ഒരു രക്ഷയില്ല. എപ്പോഴും എനർജി. ആള് സിനിമയിൽ വന്നപ്പോൾ എനർജിനായിട്ട് കൂടിയിട്ടേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഒരു ഫീൽ ഗുഡ് സോങ് കൂടി വരുന്നുണ്ട്, ചെല്ലമകളെ എന്ന് പറഞ്ഞിട്ട്, വിജയും അമിതൊക്കെ കൂടിയിട്ട്. അത് നല്ല സോങ് ആയിരുന്നു. പിന്നെ റാവണ്ണ മാവണ്ണ, അത് അതൊക്കെ ആ സോങ് ഒക്കെ വരുമ്പോൾ തിയേറ്ററിലുള്ള പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര അടിപൊളിയായിരുന്നു. പിന്നെ ഒരു പേരെ വല്ലാറ്, അങ്ങനെ ഫൈറ്റ് സീൻസിലും എൻട്രി സീൻസിലും പല പല സീൻസിന് മുന്നുള്ള വിജയുടെ എൻട്രിയിലൊക്കെ വെക്കണം BGMs കറക്റ്റ്. കുറെ പലതരത്തിലുള്ള BGMs, വെറൈറ്റി BGMs. ഓ അനിരുദ്ധ് വിജയ് കോംബോ കിട്ടില്ല, ഒന്നും പറയല്ലേ. പിന്നെ ഇത്ര നല്ലൊരു പടം വിജയനെ വെച്ചിട്ട് നമുക്ക് സമ്മാനിച്ച വിനോദ് ഡയറക്ടർ, ആൾക്ക് എന്തായാലും ഒരു ഹാറ്റ്സ് ഓഫ്. അതേപോലെ തന്നെ വെങ്കട് നാരായണൻ KVN പ്രൊഡക്ഷന്റെ ആളാണ്. അവരുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉണ്ട്, അത് അടിപൊളി തന്നെയാണ് കേട്ടോ.
പിന്നെ നമ്മുടെ അനിരുദ്ധ്, ഇവരൊക്കെ ഒത്തുചേർന്ന് ഇവരുടെ എല്ലാം ഈ മൂവിയിൽ വർക്ക് ചെയ്ത എല്ലാവരുടെയും ഒരു ഹാർഡ് വർക്ക് എല്ലാം കൂടി ഒത്തുചേർന്ന് അത് കൃത്യമായി ഡെലിവറി ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന നഷ്ടം ഞാൻ കാര്യം പറയും. സിനിമ ഇങ്ങനെ ബോറടിപ്പിക്കാതെ ഒരു ഫൈറ്റ് കഴിഞ്ഞ് അടുത്ത ഫൈറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടുത്തടുത്തായിട്ടുണ്ട്. അങ്ങനെ ബോറടിപ്പിക്കില്ല. നമ്മളങ്ങ് സിനിമയെ കാണാൻ വേണ്ടി കയറി ഇരുന്ന് കൊടുത്താൽ മതി. പിന്നെ ഇറങ്ങുന്നത് നമുക്ക് ഓർമ്മയുണ്ടാവും. അതേപോലെയാണ് പടം പോണ പോക്കില്ലേ കിടിലാണ്. സിനിമ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ശ്രദ്ധിക്കണം, ഈ മൂവി 3 മണിക്കൂറിന് മേലെ ഉണ്ടായിരുന്നു. 3 മണിക്കൂറിന് മേലെ ഒരു സിനിമയെന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ കൊണ്ട് കഴിഞ്ഞ പോലെ എനിക്ക് തോന്നി. ഞാൻ ഇന്നിപ്പോൾ ഈ റിവ്യൂ ചെയ്യണമായിട്ട് മുന്നേ ജസ്റ്റ് ഒന്ന് മൂവി എത്ര റണ്ണിങ് ടൈം ഉണ്ടായിരുന്നത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ 3 മണിക്കൂറിന് മേലെ മൂവിയുടെ ടൈമിലായി. പിന്നെ ശരിയാണ്, ഞാൻ മൂവി കഴിഞ്ഞ് എത്തിയപ്പോൾ നല്ല ടൈം എടുത്തിട്ടുണ്ട്. പക്ഷെ ആ സിനിമ കാണാൻ കയറി ഇരുന്ന് ആ കഴിയുന്ന വരെ ആ ടൈം നമുക്ക് ടൈം വലിച്ചു കൊണ്ടുപോകണ ഫീൽ ചെയ്യില്ല. കയറി ഇരുന്ന് കഴിഞ്ഞാൽ സിനിമ കഴിയുന്നവരെ നമുക്ക് സമയം പോകണമെന്ന് അറിയില്ല. അങ്ങനെയാണ് ഒരു സിനിമ എന്ന് പറഞ്ഞാൽ. അതാണ് സിനിമയുടെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്റർടൈൻമെന്റ്. സിനിമയിലൂടെ നമുക്ക് കുറെ മീനിങ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഈ സിനിമയിൽ. കുറെ മനസ്സിലാക്കാനുള്ളത്, കുറെ മെസ്സേജസ് ഉണ്ട്, കുറെ നല്ല നല്ല കാര്യങ്ങളുണ്ട്. ഒരു സിനിമയിൽ നിന്ന് നമുക്ക് ബോധവൽക്കരിക്കാവുന്ന രീതിയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഒരു സിനിമയിൽ കൊണ്ടുവരാം, അതൊക്കെ ഈ മൂവിയിലുണ്ട്. നമുക്ക് നല്ല ഒരു സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റിയ നല്ല മെസ്സേജസ്, നല്ല സൊസൈറ്റി വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള നല്ല മെസ്സേജസ് ഈ മൂവിയിലുണ്ട്. അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ട് അതും അതേപോലെ തന്നെ നമുക്ക് എന്റർടൈൻമെന്റും തന്നുകൊണ്ട് ഒരു മൂവി, ഫൈറ്റ്, ഡാൻസിന് ഡാൻസ്, എന്റർടൈൻമെന്റ് എന്താ പിന്നെ എന്തൊരു കുറവ്. ചെറിയൊരു റൊമാൻസ് ചെറിയ സൈഡിൽ വന്നുകൊണ്ട് അങ്ങനെ ഫീൽ ഗുഡ്. അങ്ങനെ പാസ് എന്ന് പറഞ്ഞ സംഭവം അങ്ങോട്ട് വാരി വെതറിയിട്ടില്ല ഈ മൂവി. പാസ്സൊക്കെ ഒരു സൈഡിൽ ഉണ്ട് എന്ന് മാത്രം. അതല്ല മൂവിയുടെ ഇമ്പോർട്ടൻസ്. എനിക്കൊരു ഒരു ഫോക്കസ് ഉണ്ട്, മൂവി എങ്ങോട്ട് കൊണ്ടുപോകണം, മൂവിയുടെ തീം എങ്ങനെയായിരിക്കണം, കണ്ടിറങ്ങുന്നവരുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു ഫീൽ എന്തായിരിക്കണം, അതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ കിടിലായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ സ്പെഷ്യൽ ആയിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മൂവിയുടെ ഓരോ ഫൈറ്റ് സീനും ഓരോരോ എക്സ്പ്ലോഷൻസ്, ഗൺ ഷോട്ട്സ്, അങ്ങനെ ഓരോരോ സിറ്റുവേഷൻസ് വരുമ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ സിനിമ ഇങ്ങനെ ശ്രദ്ധിച്ചിങ്ങനെ നോക്കിയിരുന്നു കുറച്ച് നേരം. ഓരോ ഫൈറ്റ് സീൻ, അത് ഞാൻ പറഞ്ഞില്ലേ, ആ ജയിലിൻ്റെ ഉള്ളിൽ തുടക്കത്തിൽ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. റോബോട്ടൊക്കെയാണ് വെടിവെക്കുന്നത്, ഈ മനുഷ്യന്മാരൊന്നും ആവശ്യമില്ല. ബോബി ഡിയോൾ ആള് റോബോട്ട്സ് വെച്ചിട്ടുള്ള കളിയാണ് ഫുള്ള്. ആൾക്ക് ചുറ്റും റോബോട്ട്സ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറെ റോബോട്ട്സ് പറന്നു വന്നൊക്കെ വെടിവെക്കുക. അതിൻ്റെയൊക്കെ ഗ്രാഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നാ ക്വാളിറ്റി, ഹോളിവുഡ് ക്വാളിറ്റിയിലാണ് ഇതൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ റോബോട്ട്സ് ഒക്കെ കിട്ടില്ല. നമ്മുടെ ഐ റോബോട്ട് മൂവി, എംപിര മൂവിയൊക്കെ ഇല്ലേ, അതേപോലത്തെ കിട്ടില്ല ഇരുമ്പ് റോബോട്ട്സ് ഒക്കെ ക്ലൈമാക്സിൽ വന്നിട്ടുള്ള ഒരു സീനൊക്കെ ഉണ്ട്. കുറെ പട്ടാളക്കാരും റോബോട്ട്സ്, ഒരു സൈഡിൽ പട്ടാളക്കാരും ഒരു സൈഡിൽ റോബോട്ട്സ്, ഇവർ തമ്മിലുള്ളൊരു വാറുണ്ട്. അതൊക്കെ കാണണം, അതൊക്കെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം. എന്തുട്ടരിച്ചാൽ ആ സീൻ ഇങ്ങനെ അന്തം വിട്ട് ഞാൻ തൊട്ടപ്പുറത്ത് കാണുന്നവരൊക്കെ ശ്രദ്ധിക്കുക, അവരിങ്ങനെ ഒരു ഇരിപ്പാണ് ആ ഒരു സീൻ കഴിയുന്നവരെ കണ്ണ് ചിമ്മാണ്ട്. അമ്മാതിരി നമ്മളെ എൻഗേജ് ചെയ്ത് ഇരിക്കണ രീതിയിലാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ. ഈ CGIക്കും മേക്കിങ്ങിനും എഡിറ്റിങ്ങിനും ഷൂട്ടിനും ക്യാമറ വർക്കിനും ഒക്കെ ഈ ടീംസിനൊക്കെ വലിയൊരു ഹാറ്റ്സ് ഓഫ്. ഒന്നും പറയാല്ല കേട്ടോ, അങ്ങനെ കിടിലം വർക്കായിരുന്നു. എന്ത് പടട്ടെ, കിടിലം മൂവി. താങ്ക് യു നിങ്ങൾ വിജയ് ഫാൻസുകാരുടെ സൈഡിൽ നിന്ന് പറയണം. ഇത്ര നല്ലൊരു മൂവി, ലാസ്റ്റ് മൂവി ആകുമ്പോൾ ഒരു നല്ലൊരു മൂവി പ്രസന്റ് ചെയ്യണമല്ലോ. അതൊരു റീമേക്ക് ആയാൽ കൂടി വിജയിനെ നമുക്ക് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റി അവസാനമായിട്ട്. പിന്നെ ലാസ്റ്റ് വിജയുടെ ഈ സിനിമ കഴിഞ്ഞ് കഴിയുമ്പോൾ വിജയുടെ എല്ലാ സിനിമയിലെ ഓരോരോ സീൻ ഇങ്ങനെ കാണിച്ചിട്ടൊരു ലാസ്റ്റ് ഒരു സീൻ്റെ അതൊക്കെ വരുമ്പോൾ നമുക്ക് ശരിക്കും ഇമോഷണൽ ആകും. ഈ ഒരു രക്ഷയില്ല. ലാസ്റ്റ് ഇതിനു മുന്നേ ഇറങ്ങിയ ഗോട്ട് കാണാൻ പോകുമ്പോൾ അതാണ് ലാസ്റ്റ് പടം എന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. നമ്മുടെ ശിവകാർത്തികേയന്റെ കയ്യിൽ തോക്കൊക്കെ കൊടുത്തിട്ട് പറയുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ ഇതൊക്കെ കണ്ടപ്പോ ലാസ്റ്റ് മൂവി ഇതാണ്. ലാസ്റ്റ് മൂവി ആയിട്ട് ഇങ്ങനൊരു മൂവി ആയി പോയല്ലോ. ഗോട്ട് എനിക്ക് അങ്ങനെ അത്ര കാര്യമായിട്ട് ഇഷ്ടപ്പെട്ട മൂവി അല്ല. പക്ഷെ ആ ഗോട്ടിൽ വന്ന കുറവ് ഇതിൽ ശരിക്കും നികത്തിയിട്ടുണ്ട്. വിജയുടെ പെർഫോമൻസ് കൊണ്ട് തന്നെയാണെന്ന് ഞാൻ അത് എടുത്തു പറയും. പെർഫോമൻസ് ബൈ വിജയ് ഒരു രക്ഷയില്ല.
ആളുടെ പെർഫോമൻസ് കൊണ്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. ഒരു രക്ഷയില്ല. അതിന് കൂടെ ഈ സിനിമയുടെ ഹോൾ ടീമും കൂടി ഒക്കെ കറക്റ്റായിട്ട് ഒരു നല്ല ക്വാളിറ്റിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവരും. ഒരു രക്ഷയില്ലടാ. പടം സാറ്റിസ്ഫൈ ചെയ്തു. ശരിക്കും സാറ്റിസ്ഫൈഡ് ആയി. ഇനിയും കുറെ കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ട്. പക്ഷേ കുറേ കാര്യങ്ങളോട്ട് അങ്ങനെ കടന്നു കഴിഞ്ഞാൽ കുറച്ച് സ്പോയിലറിലേക്ക് പോകുന്ന രീതിയിലാവും. സ്റ്റോറി ആയിട്ട് ടച്ച് ചെയ്യാണ്ട് മാക്സിമം ഞാൻ റിവ്യൂ പറയാൻ നോക്കാറ്. മാക്സിമം ഇനി എൻ്റെ റിവ്യൂ കണ്ടിട്ട് സിനിമ കാണാൻ പോകുന്നവർക്ക് സ്പോയിലർ ഉണ്ടാകാൻ പാടില്ല. എന്നാൽ സിനിമേനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടണം. അത്രേ ഉള്ളൂ ഞാൻ റിവ്യൂ പറഞ്ഞതിനുള്ള ഉദ്ദേശം. അപ്പം ഞാൻ സ്റ്റോറിയുമായി ബന്ധപ്പെട്ടോ സിനിമയുടെ ഉള്ളിലെ കാര്യങ്ങളൊന്നും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആസ്വാദനത്തിനും കൂടി അത് ബാധിക്കും. അതുകൊണ്ടാണ് ഒരു ചാനൽ റിവ്യൂ പറയുമ്പോൾ അതിന് അതിൻ്റെതായ കുറച്ച് ധർമ്മങ്ങളുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അത് നമ്മുടെ ഓഡിയൻസിനെ അത് സ്പോയിലറായിട്ടോ അങ്ങനെയൊന്നും ബാധിക്കാത്ത രീതിയിലാണ് കൊണ്ടുപോകാൻ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ കൂടുതൽ സ്പോയിലർ ആക്കിയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയില്ല. മൊത്തത്തിൽ മൂവിയുടെ എങ്ങനെയുണ്ട് അത് അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നു മാത്രം. ഇനി അടുത്തത് എന്താ? സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. അപ്പോൾ സ്പൈഡർമാൻ കാണാൻ പോകും. നല്ല അതും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പരിപാടി തന്നെയാണ്. മാർവലിൻ്റെ അല്ലേ. പിന്നെ ഡൂംസ് ഡേ ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ ഇനി സമയം എടുക്കും. അപ്പോൾ 2026 എന്തായാലും അത്യാവശ്യം നല്ല പടങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും നല്ല പടങ്ങളൊക്കെ വരട്ടെ. ഇതൊക്കെയാണ് ഈ മൂവിനെ കുറിച്ച് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ അടുത്തൊരു മൂവി റിവ്യൂ ആയിട്ട് കാണാം. ബൈ.